Hi guys, welcome back. Part 5 half double crochet. ഇത് സിംഗിൾ ക്രോഷേക്കാൾ അല്പം ഉയരമുള്ളതും നല്ല കട്ടിയുള്ളതുമായ ഒരു സ്റ്റിച്ചാണിത്. സോ ലെറ്റ്സ് ലേൺ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. സിംഗിൾ ക്രോഷറ്റിൽ നമ്മൾ ഒരു ചെയിനാണ് സ്കിപ്പ് ചെയ്തത്. ഹാഫ് ഡബിൾ ക്രോഷറ്റ് വരുമ്പോൾ ഇവിടെ 2 ചെയിൻ വിട്ടിട്ടാണ് മൂന്നാമത്തെ ചെയിനിലേക്കാണ് ഹുക്ക് കടത്തിവിടുന്നത്. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുന്നു, അതിനുശേഷം 2 ചെയിൻ വിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് കയറ്റുന്നു. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിലൂടെ പുറത്തെടുത്ത് ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പുകൾ കാണാം. സിംഗിൾ ക്രോഷറ്റിൽ 2 കണ്ടുള്ളൂ. ഹാഫ് ഡബിൾ ക്രോഷ വന്നപ്പോൾ 3 ലൂപ്പുകൾ ഇവിടെ കണ്ടു. ഇനി യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിലൂടെയും ഹുക്ക് പുറത്തേക്ക് എടുക്കുന്നു. ദാറ്റ്സ് എ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം. യാൺ ഓവർ ചെയ്തു, നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ കടത്തിവിട്ടു, വീണ്ടും യാൺ ഓവർ ചെയ്തു, ഫസ്റ്റ് ലൂപ്പിലൂടെ ഹുക്കിനെ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പുകൾ കാണാം. ഇനി അടുത്തത് വീണ്ടും യാൺ ഓവർ ചെയ്തു, 3 ലൂപ്പിലൂടെയും ഒരുമിച്ച് ഹുക്കിനെ പുറത്തേക്ക് വലിക്കാം. ഇതുപോലെ ബാക്കി ചെയിനുകൾ നമുക്ക് കംപ്ലീറ്റ് ആക്കിയെടുക്കാം. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊപ്പി, ബേബി ബ്ലാങ്കറ്റ്, സ്കാർഫ്, ബാഗ്, പൗച്ച് ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. സോ കീപ് പ്രാക്ടീസ്. നമ്മളിപ്പോൾ 3 സ്റ്റിച്ചസാണ് പഠിച്ചിട്ടുള്ളത്. ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷറ്റ്, ഹാഫ് ഡബിൾ ക്രോഷറ്റ്, അങ്ങനെ 3 സ്റ്റിച്ചസ് പഠിച്ചു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.